ഓക്കെ കുട്ടികളെ, നമുക്ക് പേജ് നമ്പർ 68 ആറാമത്തെ ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് പോകാം. ഇന്നത്തെ അവസാനത്തെ വീഡിയോ ആണിത്. കാരണം എല്ലാം കൂടി നിങ്ങൾക്ക് തന്ന പഠിക്കൽ എളുപ്പമല്ല. വായിക്കൂ എൻ്റെ കൂടെ. ഇൻ ദ പിക്ചർ എ ലൈൻ ത്രൂ ദ സെന്റർ ഓഫ് എ സർക്കിൾ മീറ്റ്സ് എ കോഡ് ഓഫ് ദ സർക്കിൾ. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ ടു പീസസ് ഓഫ് ദ കോഡ്? അപ്പൊ നോക്കൂ, ഈ ചിത്രത്തിൽ ഒരു കോഡ് തന്നിട്ടുണ്ട്. ആ കോഡിനെ സെന്ററിൽ നിന്ന് വരച്ചൊരു ലൈന് വന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് കഷ്ണങ്ങളുടെ നീളങ്ങൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, നേരത്തെ ചോദ്യം പോലത്തെ ഒരു ചോദ്യം തന്നെയാണ്. പക്ഷെ അതിലൊരു വ്യത്യാസം എന്തായിരുന്നു? നേരത്തെ ഈ റേഡിയസിനെ നേരത്തെ അങ്ങോട്ട് വരച്ച് തന്നിരുന്നു അല്ലേ? പക്ഷെ അത് കൊണ്ടുപോയിട്ട് ഇവിടേക്ക് കാണിച്ചിരിക്കുന്നു. അതേപോലെ നേരത്തെ ചോദ്യവുമായിട്ടുള്ള വ്യത്യാസം, നേരത്തെ ചോദ്യത്തിലെ ഈ രണ്ട് ഭാഗങ്ങൾ നമുക്ക് വേറെ വേറെ എടുത്ത് തന്നിരുന്നുവെങ്കിൽ അതിന്റെ മൊത്തം നീളമാണ് എന്തായിട്ട് തന്നിരിക്കുന്നത്? 13 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ചോദ്യം സത്യം പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സെക്കൻഡ് ഡിഗ്രി ഉപയോഗിച്ചിട്ട് ചെയ്യാം. പക്ഷെ ടീച്ചർ ഇപ്പൊ അതിവിടെ ആ മാർഗം ഇവിടെ വിശദീകരിക്കുന്നില്ല. സെക്കൻഡ് ഡിഗ്രി വരുമ്പോൾ നമുക്ക് ഈ ചോദ്യം അത് വെച്ചിട്ട് ഒന്നുകൂടി ചെയ്ത് നോക്കാം. അപ്പൊ ടീച്ചർ നേരത്തെ ചെയ്തതുപോലെ തന്നെ മാറ്റങ്ങൾ വരുത്തുന്നു. അതായത് ഈ ലൈനിനെ പുറകിലോട്ട് നീട്ടി, അതുപോലെ താഴോട്ടും നീട്ടി. അപ്പൊ ആ ലൈൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? ഒരു കോഡായിട്ട് മാറുന്നു. അപ്പൊ ഈ കോഡിനെ ഞാൻ എ എന്നും ഇവിടെ ബി എന്നും കൊടുത്തു, ഇവിടെ സി എന്നും ഇവിടെ ഡി എന്നും കൊടുത്തു. ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ ഞാൻ എന്തായിട്ട് എടുത്തു? പി ആയിട്ട് എടുത്തു. അപ്പൊ നമ്മൾ സെക്കൻഡ് ഡിഗ്രി വെച്ച് ചെയ്യുമ്പോൾ ഈ നീളം എക്സ് എടുത്താൽ ഈ നീളം 13 - x എന്ന് കിട്ടും. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇനി ഇതിനെ ഞാൻ ഒ എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ODയുടെ നീളം 7 സെന്റിമീറ്റർ ആണ് കിട്ടുക. ഇനി OCയുടെ നീളം മൊത്തം 7 ഉണ്ട്. അപ്പൊ ഇതിൽ 3 ഉണ്ടെങ്കിൽ ഈ നീളം എത്രയായിരിക്കും കിട്ടുക? 4 സെന്റിമീറ്റർ ആയിരിക്കും കിട്ടുക. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? x × 13 - x is equal to 7 × 3 10 10 4 10 × 4 40 എന്ന് വെച്ചിട്ട് സെക്കൻഡ് ഡിഗ്രി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. പക്ഷെ സെക്കൻഡ് ഡിഗ്രി പഠിക്കാത്ത കുട്ടികളോട് ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ടീച്ചർ എന്ത് ചെയ്യുന്നു എന്നറിയോ? PAയുടെ നീളത്തിനെ ഞാൻ x ആയിട്ട് എടുക്കുന്നു, PBയുടെ നീളത്തിനെ ഞാൻ എന്തായിട്ട് എടുക്കുന്നു? y ആയിട്ട് എടുക്കുന്നു. ക്ലിയർ ആണല്ലോ? അപ്പൊ എനിക്ക് എന്ത് കിട്ടുന്നു? PA = x, PB = y ആയാൽ ആദ്യത്തെ ഒരു റിലേഷൻ x + y = 13. എക്സും വൈയും കിട്ടുകയാണ് നമുക്ക് വേണ്ടത്. x + y = 13. ഇനി നോക്കൂ, PA × PB = PC × PD ആണല്ലോ. അപ്പോൾ എന്താണ് PCയുടെ നീളം? PCയുടെ നീളം 4 സെന്റിമീറ്റർ. എങ്ങനെയാണ് PC കിട്ടിയതെന്ന് ഒന്നുകൂടി പറയാം. ODയുടെ നീളം 7 സെന്റിമീറ്റർ. അപ്പോൾ OCയുടെ നീളവും 7 സെന്റിമീറ്റർ. അതില് OP 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ PCയുടെ നീളം എത്ര ഉണ്ടാകും? 7 - 3 = 4. അപ്പൊ PC 4 × PD എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെ 7 ഉം ഇവിടുന്ന് 3 കൊടുത്താൽ 7 + 3 = 10. അതായത് PA × PB = എത്രയാണ്? 40 ആണ്. PAയുടെ നീളം x ആണ്, PBയുടെ നീളം y ആണ്. അപ്പൊ x × y = 40. അതായത് എക്സും വൈയും കൂടെ ആഡ് ചെയ്താൽ 13 കിട്ടുന്നു. എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്താൽ 14 കിട്ടുന്നു. ഈ ഒരു ബന്ധം നമുക്ക് കിട്ടി. അപ്പൊ വീണ്ടും നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ട്. എന്താണ് റിലേഷൻ എന്നറിയോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് a + b² ഉം a - b² നമ്മൾ പഠിച്ചിട്ടുണ്ട്. a + b² എന്ന് പറഞ്ഞാൽ a² + 2ab + b² ആണ്. എന്താണ് a - b²? പിന്നെ a - b² എന്താണ്? a² - 2ab
പ്ലസ് ബി സ്ക്വയർ ആണ്. ഇനി നോക്കൂ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൽ നിന്ന് 4ab ഒന്ന് മൈനസ് ചെയ്ത് നോക്കാം. എന്താണ് കിട്ടുക? 4ab മൈനസ് ചെയ്താൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയറിൽ നിന്ന് 4ab മൈനസ് ചെയ്യണം. എന്താണ് കിട്ടുക? എ സ്ക്വയർ അതേപോലെ വരും. 2abയിൽ നിന്ന് മൈനസ് 4ab കുറച്ചാൽ മൈനസ് 2ab. ബി സ്ക്വയറിന് ഒരു മാറ്റവും ഇല്ല, ബി സ്ക്വയർ അതേപോലെ വരും. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അത് ആരാണ്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. ഇത് നമ്മൾ 8ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠഭാഗത്തിൽ പഠിച്ചതാണ്. അതായത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൽ നിന്ന് 4ab മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ നമുക്ക് കിട്ടും. അപ്പൊ നോക്കൂ, ഇവിടെ എക്സ് പ്ലസ് വൈ ഉണ്ട്, എക്സ് വൈ ഉണ്ട്. അപ്പൊ എ പ്ലസ് ബിയും എ ബിയും അറിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുപോകാലോ. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? പറയും. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൽ നിന്ന് 4ab കുറച്ചാൽ എന്താ കിട്ടുക? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ എക്കും ബിക്കും ഇവിടെ എന്താണ്? എക്സ് പ്ലസ് വൈ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ കിട്ടാൻ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയറിൽ നിന്ന് എത്ര എക്സ് വൈ കുറയ്ക്കണം? 4xy കുറയ്ക്കണം. ഇതിവിടെ ഉപയോഗിക്കാനുള്ള കാരണം ഇതിന്റെ സമ്മും കിട്ടിയിട്ടുണ്ട്, അതിന്റെ മൾട്ടിപ്പിളും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻ ഉപയോഗിക്കാനുള്ള കാരണം. സത്യം പറഞ്ഞാൽ ഇത് സെക്കൻഡ് ഡിഗ്രി പഠിച്ചാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഉപയോഗിച്ച് ചെയ്യാം. പക്ഷെ ഇപ്പൊ അത് പറ്റാത്തതുകൊണ്ട് ഈ രീതിയിൽ ചെയ്യുന്നു. എന്താണ് എക്സ് പ്ലസ് വൈ? 13 ആണ്. അപ്പൊ 13 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എക്സ് വൈ എന്ന് പറയുന്നത് 40 ആണ്. 13ന്റെ സ്ക്വയർ 169 ആണ്. 4 ഇൻറ്റു 40, 4 ഇൻറ്റു 4 is equal to 16, 160 equal to 9 എന്ന് കിട്ടും. അതായത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 9 എന്ന് കിട്ടി. റിലേഷൻ നമ്പർ 2. അപ്പോൾ നമുക്ക് എക്സും വൈയും സെപ്പറേറ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല. പകരം എക്സും വൈയും ആഡ് ചെയ്താൽ 13 എന്നും എക്സിൽ നിന്ന് വൈ സബ്ട്രാക്ട് ചെയ്താൽ 9 എന്നും കിട്ടി. 9ാം ക്ലാസ്സിലുള്ള പെയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വന്നു നമ്മള്. അപ്പൊ 8ാം ക്ലാസ്സിൽ നിന്ന് ഇപ്പൊ എവിടെ എത്തി? 9ാം ക്ലാസ്സിലെത്തി. ഇനി നമുക്കിത് സോൾവ് ചെയ്യണം. ഈ ഇക്വേഷനും ഈ ഇക്വേഷനും നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക, ടീച്ചർ ഇവിടെ എഴുതാം, x plus y is equal to 13, equation number 1, x minus y equal to 9, equation number 2. സോൾവ് ചെയ്യുമ്പോൾ രണ്ടിലും കോഎഫിഷ്യൻസ് സെയിം ആണ്. ഇവിടെ കോഎഫിഷ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇതിനെ നമുക്ക് y എലിമിനേറ്റ് ചെയ്യാം. അത് എലിമിനേറ്റ് ചെയ്യാൻ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ x plus x is equal to 2x. ഇത് തമ്മിൽ 0 ആയി പോകും. ഈക്വൽ ടു 13 plus 9 22 എന്ന് കിട്ടും. 13 9 22. That is x is equal to 22 divided by 2 is equal to 11 എന്ന് നമുക്ക് കിട്ടുന്നു. സോറി, ഞാൻ എഴുതിയതിൽ ഒരു തെറ്റുണ്ട്. 13 x minus y is equal to സോറി, ഇവിടെ എഴുതിയതിൽ തെറ്റുണ്ട്. x minus y the whole square ആണ് 9. അപ്പോ x minus y is equal to root 9 is equal to 3 എന്നാണ് കിട്ടുക. അപ്പൊ ടീച്ചർക്ക് ചെറിയൊരു പിഴവ് പറ്റി. ഇവിടെ നമുക്ക് x minus y the whole squareന്റെ വിലയാണ് 9 കിട്ടിയത്. അപ്പൊ x minus y is equal to root 9 equal to 3 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇവിടെ 9ന് പകരം ടീച്ചർ കൊടുക്കേണ്ട വാല്യൂ എത്രയാണ്? 3 ആണ്. അപ്പോൾ ഇവിടെ 2x is equal to 13 plus 3 equal to 16 എന്ന് കിട്ടും. അപ്പൊ xന്റെ വില എന്ന് പറയുന്നത് 16 divided by 2 equal to 8 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ PA-യുടെ നീളം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതാണ്. PA-യുടെ നീളം 8 എന്നും PB-യുടെ നീളം മൊത്തം 13 ആണ്. അപ്പോ എത്ര ഉണ്ടാകും? 8ഉം 5ഉം ആണ് 13. അപ്പൊ PB-യുടെ നീളം എത്രയുണ്ടാകും?
5 സെന്റിമീറ്ററും ഉണ്ടായിരിക്കും. ഇപ്പൊ ഈ ഒരു പ്രോബ്ലം അങ്ങനെ ഒരു വളഞ്ഞ വഴി കൂടെ പോണ്ടി വന്നത് നമ്മൾ ആ സെക്കൻഡ് ഡിഗ്രി പഠിക്കാത്തതുകൊണ്ടാണ്. സെക്കൻഡ് ഡിഗ്രി പഠിച്ചാൽ നമുക്ക് കിട്ടുക ഇത് എക്സ് ഉണ്ടെങ്കിൽ ഇത് 13 മൈനസ് എക്സ് ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത് എക്സ് ഇൻറ്റു 13 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 40. എങ്ങനെ 40? 7 3 10 10 ഇൻറ്റു 4 40. ഈ ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടും. സെക്കൻഡ് ഡിഗ്രി പഠിച്ചതിന് ശേഷം ഈ ഒരു പ്രോബ്ലം ആ രീതിയിൽ നമ്മൾ ചെയ്താൽ നമുക്ക് ഇതിന്റെ ആൻസർ ഇതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ടീച്ചർ ഒന്നുകൂടി പറയാം, ഇവിടെ 2 പാർട്ടുകളാണ് കാണേണ്ടത്. ആദ്യത്തെ പാർട്ട് എക്സും രണ്ടാമത്തെ പാർട്ട് വൈയുമായാൽ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 13 എന്ന് കിട്ടുന്നു. കൂടാതെ എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു 40 എന്ന് കിട്ടുന്നു. അപ്പോഴാണ് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചത് 2 നമ്പറുകളുടെ സമ്മും അതേ നമ്പറിന്റെ പ്രോഡക്റ്റും അറിയാമെങ്കിൽ ആ നമ്പറുകളുടെ ഡിഫറൻസിന്റെ സ്ക്വയർ കാണാൻ എളുപ്പമാണ്. അതായത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൽ നിന്ന് 4ab സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ നമുക്ക് കിട്ടും. അതാണ് ടീച്ചർ ഇവിടെ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 4xy. വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുമ്പോൾ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു √9 ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. അപ്പോൾ 2 നമ്പറുകളുടെ സമ്മും 2 നമ്പറുകളുടെ ഡിഫറൻസും കിട്ടി. വീണ്ടും പെയർസ് ഓഫ് ഇക്വേഷൻ 9ാം ക്ലാസ്സിലത്തെ വെച്ചിട്ട് നമ്മൾ അതിൽ എക്സിന്റെ വില കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ വൈയുടെ വിലയും കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ഇത്രയും വീഡിയോയിലൂടെ നമ്മൾ പഠിച്ചത് 2 കോഡുകൾ പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD. അതിന് 3 കേസസ്. ഒന്ന് ഇന്റേണലി കട്ട് ചെയ്യുന്നു, രണ്ടാമത്തെ കേസ് ഇന്റേണലി കട്ട് ചെയ്യുന്നു പക്ഷെ ഒരു കോഡ് ഡയമീറ്ററും മറ്റേ കോഡ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടും വരുന്നു. മൂന്നാമത്തെ കേസ് ഈ 2 കോഡുകളും എക്സ്റ്റേണലി പിയിൽ കട്ട് ചെയ്യുന്നു. അതിൽ ഒരു കേസ് വേറെ, ആ പുറത്ത് നിൽക്കുന്ന ഭാഗങ്ങൾ ഈക്വൽ ആയാൽ ഉള്ളിൽ കിട്ടുന്ന ക്വാഡ്രിലാറ്ററൽ എന്തായിട്ട് വരും? ഒരു ഐസോസിലസ് ട്രപ്പീസിയമായിട്ട് വരും. ഈ തിയറങ്ങളെല്ലാം ഒരു പ്രോബ്ലം ആയി കാണാതെ അതിനെ ഒരു തിയറമായി കണ്ട് വരച്ച് പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ബൈ.